നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ പ്രണയിക്കുന്ന ആ പെൺകുട്ടിയെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള 3 ക്വസ്റ്റ്യൻസ്. അധികമൊന്നുമില്ല. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ആ വ്യക്തിക്ക്, ആ പെൺകുട്ടിക്ക് നിങ്ങളോട് ഒരു താല്പര്യം, ചെറിയതായിട്ടെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ വർക്കാവുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടൊരു കാണുന്ന ഒരാളാണ്, നിങ്ങളെക്കുറിച്ച് യാതൊരു പിടിയില്ല, നിങ്ങളോട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇൻട്രസ്റ്റും തോന്നിയിട്ടുമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, എല്ലാം ഫെയിലാവും. പക്ഷേ ചെറിയൊരു താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വലിയ താല്പര്യമാക്കി മാറ്റാം. നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് പാറ്റേൺ ഇൻറ്ററപ്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പലപ്പോഴും നമ്മൾ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ജോണറിൽ അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കലും പോകരുത്. പല 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 ജോണറുകൾ നമ്മൾ ട്രൈ ചെയ്യുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു, പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഹ്യൂമറിലേക്ക് മാറ്റുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഫണ്ണിലേക്ക് മാറ്റുന്നു, പിന്നെ അത് നോർമലായിട്ട് പിന്നെയും വരുന്നു. ഇതിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. പല ജോണറിലൂടെയാണ് നിങ്ങളുടെ ഈ സംസാരം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേൾക്കുന്ന ആൾക്കും സംസാരിക്കുന്ന ഒരാൾക്കും ഒരേപോലെ ഇരിക്കുന്നു എന്നുള്ളൊരു ഫീലും ഇല്ല. ആരാണ് ചേഞ്ച് ഇഷ്ടപ്പെടാത്തത് എന്ന് പറയുന്ന പോലെ എല്ലാം നമ്മൾ മാറി 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 ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്? സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഹ്യൂമറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഫണ്ണുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ആ വ്യക്തി ചോദിക്കുന്നു എന്നുള്ളത് ആ കുട്ടിക്ക് തോന്നില്ല. കാരണം ഇതൊന്നും തമ്മിൽ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ നോർമലിലേക്ക് പോകുന്നു, പിന്നെ നമ്മുടെ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നു. സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. കാരണം ആ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തരുടെ ജോലി, ഓരോരുത്തരുടെ പഠനം, ഇതനുസരിച്ചിട്ട് എല്ലാം വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഡോക്ടറാവാൻ പഠിക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങളായിരിക്കില്ല ഒരു ബികോമിന് പഠിക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾ. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ ചോദിക്കേണ്ട സീരിയസ് ചോദ്യങ്ങളായിരിക്കില്ല മറ്റോടത്ത് ചോദിക്കേണ്ടത്. സോ അത് നിങ്ങൾ കണ്ടെത്തണം. പക്ഷെ ആ ഒരു പാറ്റേൺ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കണം. ഒരേ വേവിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കരുത്. വേവ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നത് കോൺവെർസേഷൻ്റെ ബ്യൂട്ടി വർദ്ധിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമതായിട്ട് ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് വീക്ക്നെസ് ആണ്. ആസ്ക് ഹെർ വീക്ക്നെസ്. നേരത്തെ പറഞ്ഞു, ഒരു ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പറയാൻ ആ വ്യക്തിക്ക് താല്പര്യം ഉണ്ടാവുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാളെടുത്തും സ്വന്തം വീക്ക്നെസ് ആരും തുറന്നു പറയത്തില്ല. കാരണം എന്താണ്? ഇപ്പം എൻ്റെ ഒരു വീക്ക്നെസ് ഞാൻ ഒരാളുടെ അടുത്ത് തുറന്നു പറയുകയാണെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ, എനിക്കിട്ടൊരു പണി തരാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ആ വീക്ക്നെസ് എടുത്തിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. സോ എൻ്റെ ബലഹീനതകൾ ഞാനത് പുറത്ത് പറയാൻ പാടില്ല എന്നാണ് നമ്മളെല്ലാവരും കരുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ വീക്ക്നെസ് പറയുകയാണെങ്കിൽ എന്താ പറയുക, കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്ന പോലെയാണ്. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വീക്ക്നെസ് ചോദിക്കുന്ന സമയത്ത് നമ്മളോട് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ പറയാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇൻട്രസ്റ്റിൻ്റെ അവിടെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും അവർ വാ തുറക്കുള്ളൂ. ചെറിയൊരു താല്പര്യം മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു പക്ഷേ പറയാം, ഇപ്പോൾ വേണ്ട, പതിയെ പറയാം എന്നുള്ളതിലേക്ക് മാറ്റി വെക്കാനും ചാൻസ് ഉണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങളുടെ അടുത്തുള്ള താല്പര്യത്തിൻ്റെ ആഴം കുറച്ച് കൂടുതലാണ്, അതിൻ്റെ ഗ്രാവിറ്റി ഒരല്പം കൂടുതലാണ്. അതായത് അതൊരു പ്രണയമായി വളരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഷീസ് കണക്റ്റഡ് വിത്ത് യു എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്കതിനെ കണക്കാക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് കൈൻഡ് ഓഫ് പാർട്ട്ണർ യു വാണ്ട്. ഏത് തരത്തിലുള്ള, എന്തെല്ലാം ക്വാളിറ്റീസ് ഉള്ള ഒരു പാർട്ട്ണറെയാണ് നീ ആഗ്രഹിക്കുന്നത്? നിന്നെ സ്നേഹിക്കാൻ വരുന്ന, നിന്നെ പ്രണയിക്കാൻ വരുന്ന, നിന്നെ വിവാഹം ചെയ്യാൻ വരുന്ന ആ പുരുഷന് നീ ആഗ്രഹിക്കുന്ന, നിന്റെ സങ്കല്പത്തിലുള്ള ക്വാളിറ്റീസ്, ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഉണ്ടായിരിക്കണം? അങ്ങനെ ഒരാളെ ഞാൻ കെട്ടു എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മിക്കവാറും ആ കുട്ടി പറയുന്ന കാര്യത്തിൽ ഒരു 80% കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അതായത് കുറേ ഡ്രീംസ് അതിനകത്ത് കുത്തിക്കയറ്റും. അതായത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് പ്രതീക്ഷകൾ അതിനകത്തോട്ട് കുത്തിക്കയറ്റും. നമ്മളിപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതല്ല, ആ വ്യക്തിയുടെ ഉള്ളു തുറക്കാൻ, മനസ്സ് തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെ ഉത്തരം കിട്ടുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ആ വ്യക്തിയുടെ മനസ്സ് തുറക്കാൻ നമ്മളൊരു വഴിയുണ്ടാക്കുക. നമ്മുടെ അടുത്ത് മനസ്സ് തുറക്കണം. മനസ്സ് തുറക്കുമ്പോൾ എന്തുണ്ടാവും? ഹൃദയം തുറക്കുന്നു. ഹൃദയം തുറക്കുമ്പോൾ ഓഫ് കോഴ്സ് അതിലൂടെയാണല്ലോ ബന്ധങ്ങൾ വളരുന്നത്. സോ നിങ്ങൾക്കില്ലാത്ത 80% കാര്യങ്ങൾ ആ വ്യക്തി പറഞ്ഞു, ആ പെൺകുട്ടി പറഞ്ഞു എന്നുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഒരു ബഹുഭൂരിപക്ഷ ആൾക്കാരും അവരുടെ സ്വപ്നങ്ങളെ കുറിച്ച് കയറ്റി പറയാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ 3 ക്വസ്റ്റ്യൻസിനും വാ തുറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളോടുള്ള അട്രാക്ഷൻ കൂടുതലാണ്, നിങ്ങളോടുള്ള താല്പര്യം കൂടുതലാണ്. ഇതൊരു പ്രണയമായി വളരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്.